നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ കടന്നുപിടിച്ചിരിക്കുന്ന വൈറസാണ് മുസ്ലിം ലീഗ് എന്ന് യോഗി ആദിത്യനാഥ്. കേരളത്തിൽ മുസ്ലിം ലീഗുമായി കൈകോർക്കുന്ന രാഹുലിന്റെ തീരുമാനത്തെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചത്. വയനാട് നിന്ന് രാഹുൽ ജയിച്ചാൽ ഈ വൈറസ് രാജ്യം മൊത്തം പടരുമെന്നും ആദിത്യനാഥ് തുറന്നടിച്ചു. മുസ്ലിം ലീഗിന്റെ സഹായത്തോടെയാണ് രാഹുൽ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്ന് യോഗി പറയുന്നു. മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കുകയും മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് പാർട്ടി. മറിച്ച് ഞങ്ങൾ എല്ലാവർക്കു വേണ്ടിയും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ വർഗീയ പാർട്ടി എന്നാണ് വിലയിരുത്തുന്നതെന്നും യോഗി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ കാശിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നിർഭാഗ്യകരമായ വിധം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിന് മുസ്ലിം ലീഗാണ് കാരണം. രാജ്യത്ത് എവിടെയോ കോൺഗ്രസും മുസ്ലിം ലീഗുമായി രഹസ്യ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിക്കണം. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് തിരുത്തിയതിനും കോൺഗ്രസിനെ യോഗി വിമർശിച്ചു. കോൺഗ്രസ് തീവ്രവാദികൾക്ക് ബിരിയാണി കൊടുക്കുമ്പോൾ മോദി സർക്കാർ ബുള്ളറ്റും ബോംബുമാണ് നൽകുന്നതെന്നും മോദിയുടെ കീഴിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 6ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്നും യോഗി അവകാശപ്പെട്ടു. UPA-യുമായി സഖ്യമുണ്ടാക്കിയതിനു ശേഷം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുസ്ലിം ലീഗ് കേരളത്തിൽ നേടിയത് 2 സീറ്റുകളായിരുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറുമായിരുന്നു അന്ന് മുസ്ലിം ലീഗിന്റെ വിജയശില്പികൾ. അതേസമയം വയനാട് മത്സരിക്കുന്നത് ചരിത്രപരമായ നിയോഗമാണെന്ന് രാഹുൽ അഭിപ്രായപ്പെട്ടു. ഇന്നലെയാണ് വയനാടിൽ ആവേശം നിറച്ച് രാഹുൽ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേരളത്തിൽ കോൺഗ്രസിന് നിലവിൽ 20 സീറ്റുകളാണുള്ളത്. അതിൽ 16 എണ്ണത്തിൽ കോൺഗ്രസും ബാക്കി 4 എണ്ണത്തിൽ സഖ്യകക്ഷികളും മത്സരിക്കും. മുസ്ലിം ലീഗിന് 2, കേരള കോൺഗ്രസ് മാണി ഘടകത്തിന് 1, സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 1 എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.